ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 2ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ 1ാമത്തെ ചാപ്റ്റർ പഠിച്ചിരുന്നു. VFA, കമ്പനി ബോർഡ് LGS, ബെക്കോ LDC എന്നീ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ പഠിക്കാനായിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. 2 ഹെഡിങ്ങിൽ പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ എന്നിങ്ങനെ. അപ്പോൾ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, അതുപോലെ ചിക്കൻ ബോക്സ്, പനി, ഇതൊക്കെ എന്താണ്, കോളറ, അങ്ങനെയൊക്കെയുള്ളത് പകരുന്ന രോഗങ്ങളാണ്. പകരാത്ത രോഗങ്ങൾ വരുന്നത് ക്യാൻസർ, പ്രമേഹം, അതുപോലെ ആസ്മ, രക്തസമ്മർദ്ദം, അങ്ങനെയുള്ളതൊക്കെ എന്താണ്, പകരാത്ത രോഗങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. എന്താണ് മഹാമാരി? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി, പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. അപ്പോൾ എന്താണ് പാൻഡമിക് എന്ന് പറഞ്ഞാൽ? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെയാണ് എന്ത് പറയുക? മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നത്. ഇത് PYQ ആണ്, അപ്പം അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. മഹാമാരി എന്നതിന് പകരം പാൻഡമിക് എന്ന് തന്നെയാണ് കേട്ടോ ചോദിക്കാറ് PSC. അപ്പോൾ പാൻഡമിക് എന്ന വേർഡും മഹാമാരി എന്ന വേർഡും പഠിച്ചു വെക്കുക. പിന്നെ പാൻഡമിക്കിൻ്റെ എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 ഇതൊക്കെ പാൻഡമിക്കിന് എക്സാമ്പിളാണ്, ഉദാഹരണമാണ്. അടുത്തതായിട്ട് ഇവിടെ പഠിക്കാനുള്ളത് എന്താണ് രോഗകാരികൾ, പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ഇപ്പോൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് രോഗകാരികൾ എന്ന് പറഞ്ഞാൽ? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? രോഗകാരികൾ എന്ന് പറയുന്നു. പക്ഷേ എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാ സൂക്ഷ്മജീവികളൊന്നും എന്താണ്, രോഗകാരികളല്ല അല്ലേ. നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ബാക്ടീരിയകളൊക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് അല്ലേ. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനൊക്കെ അവ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് അല്ലേ. ബാക്ടീരിയകളൊക്കെ, ഫംഗസുകളും അവരൊക്കെ നമുക്ക് ഉപകാരപ്രദമാകുന്ന വേറെ സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ബാക്ടീരിയയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജൈവ അവശിഷ്ടങ്ങളൊക്കെ മണ്ണിൽ വിഘടിപ്പിച്ച് ചേർക്കുന്നത് ബാക്ടീരിയയും ഫംഗസും തുടങ്ങിയ സൂക്ഷ്മജീവികളാണ്. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അല്ലേ. അടുത്തതായിട്ട് ഇവിടെ ഒരു ഫംഗസുകളുടെ ലോകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം.
വിവിധതരം ഫംഗസുകളെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. റൊട്ടിപ്പൂപ്പൽ, അതുപോലെ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ, അവയൊക്കെ എന്താണ്? അവയൊക്കെ ഫംഗസുകളാണ് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ഫംഗസുകളും ഉണ്ട്. ഏതെല്ലാമാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഇതൊക്കെ എന്താണ്? മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ഫംഗസുകളാണ് അല്ലേ. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. എന്നിട്ട് പിന്നെ വേറെ ഒരു ബാക്ടീരിയയുടെ എന്തെങ്കിലും പേര് വന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്, കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണമാക്കുന്ന ഒരു ഫംഗസ് കൂടിയുണ്ട്, അതാണ് കൂണ്. നാം ഭക്ഷണമാക്കുന്ന കൂൺ എന്താണ്? ഒരു ഫംഗസ് ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. രോഗകാരികളായ സൂക്ഷ്മജീവികൾ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്ന് കാണിച്ചിട്ട്, സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയൊക്കെയാണ്? മണ്ണിലൂടെയും വായുവിലൂടെയും രോഗം പകരുന്നുണ്ട് അല്ലേ. മണ്ണിലൂടെ ഏതൊക്കെയാണ് വരുന്നത്? വിരശല്യം, ടെറ്റനസ്. വായുവിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? ക്ഷയം, അതുപോലെ ചിക്കൻ ബോക്സ് എന്നിവ എന്താണ്? വായുവിലൂടെ പകരുന്നു. ജലവും ഭക്ഷണവും വഴി ഏതൊക്കെയാണ് പകരുന്നത്? ടൈഫോയിഡ്, അതുപോലെ മഞ്ഞപ്പിത്തം. ഇതെല്ലാം ജലവും ഭക്ഷണവും വഴിയാണ് പകരുന്നത്. അടുത്തത് രോഗാണുവാഹകരിൽ നിന്ന് ഏതൊക്കെ രോഗാണുവാഹകരാണുള്ളത്? കൊതുക് വഴിയുണ്ട്. കൊതുക് വഴിയാണ് ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ എന്നൊക്കെ പകരുന്നത് കൊതുകിൽ നിന്നാണ്. അടുത്തതാണ് ഈച്ച വഴി അല്ലെ. ഈച്ചയൊക്കെ വഴി ഏതൊക്കെ രോഗങ്ങളാണ് പകരുന്നത്? കോളറ, ഡയേറിയ, അതൊക്കെ പകരുന്നത് ഈച്ച വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതൊക്കെ രോഗാണുവാഹകരാണുള്ളത്? മനുഷ്യരുണ്ട് അല്ലെ. മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്. മനുഷ്യരിൽ നിന്ന് പകരുന്ന ഏതൊക്കെയാണ്? കുഷ്ഠം, അതുപോലെ ചെങ്കണ്ണ്, ഇതൊക്കെ മനുഷ്യരിൽ കൂടി പകരുന്നു. പക്ഷികൾ വഴി എന്താണ്? പക്ഷിപ്പനിയൊക്കെ പകരുന്നുണ്ട്. ഇനി നമുക്ക് രോഗാണുവാഹകർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ, വെക്ടേഴ്സ്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. അതിന്റെ ഉദാഹരണങ്ങളാണ് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല്. ഇവയൊക്കെ എന്താണ്? രോഗാണുവാഹകരാണ്. പരിസരം മലിനമാകുമ്പോൾ ഇവിടെ രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഈച്ച എങ്ങനെയാണ് പെരുകുന്നത്? അത് എവിടെയൊക്കെയാണ് അവ മുട്ടയിടുക? വളം, കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട സ്ഥലങ്ങളിൽ അവിടെയൊക്കെയാണ് ഈ ഈച്ച മുട്ടയിട്ട് പെരുകുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം. കൊതുക് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലൊക്കെയാണ് കൊതുക് മുട്ടയിട്ട് വളരുക. അപ്പോൾ അതുപോലെ തന്നെ എലിയും ഈ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ അഴുക്കുചാലുകളിൽ അതിലൊക്കെയാണ് ഈ എലി പെരുകുന്ന സാഹചര്യം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് എന്താണ് ഈ രോഗങ്ങൾ പകരുന്നത് കുറയ്ക്കാൻ കഴിയും. അതുപോലെ ഇനി കൊതുകിനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നാണ് അതിൽ പറയുന്നത്. കൊതുകിനെ നിയന്ത്രിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, അതുപോലെ തന്നെ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളൊക്കെ നീക്കല്, ഓടകൾ ശുചീകരിക്കൽ എന്നിവയൊക്കെ ചെയ്താൽ എന്താണ്? കൊതുക് പെരുകുന്നത് തടയാൻ കഴിയും. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളൊക്കെ നീക്കുക, അതുപോലെ തന്നെ ഓടകളൊക്കെ ശുചീകരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കൊതുക് പെരുകുന്നത് ഇല്ലാതാക്കാൻ കഴിയും. രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ പോരാ അല്ലെ. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് എന്തൊക്കെയാണെന്നാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. രോഗങ്ങൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അടുത്തത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. അടുത്തത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ്. അത് ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ രോഗങ്ങൾ വരുന്നത് തടയാൻ കഴിയുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പകർച്ചവ്യാധികൾ മനുഷ്യനെ മാത്രമല്ല ബാധിക്കുന്നത്, മൃഗങ്ങളെയും അതുപോലെ തന്നെ സസ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. സസ്യങ്ങളെ ബാധിക്കുന്ന ചില പകർച്ചവ്യാധികളാണ് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പ് ചീയൽ.
അപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. നെല്ലിലാണ് തവിട്ടിലപ്പുള്ളി രോഗം വരുന്നത്, പയറിലാണ് മൊസൈക്ക് രോഗം വരുന്നത്, കൂമ്പുചീയില് തെങ്ങിലാണ് കണ്ടുവരുന്നത്. ഇനി രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വാക്സിനേഷൻസ് എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. മനുഷ്യന്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? രോഗപ്രതിരോധ ശേഷിയിലെ 2 തരത്തിലുണ്ട് രോഗപ്രതിരോധ ശേഷി. ഒന്ന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. 2 ആർജിത രോഗപ്രതിരോധ ശേഷി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി. സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി തന്നെ നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെയാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അത് പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ഇനി ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില രോഗങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല അല്ലെ. അപ്പോൾ അതിന് എതിരെ പ്രവർത്തിക്കാൻ നമ്മൾ വാക്സിനേഷൻ സ്വീകരിക്കും, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കും. അങ്ങനെ ലഭിക്കുന്ന പ്രതിരോധ ശേഷിയെയാണ് ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു വാക്സിനേഷൻ ചാർട്ടാണ്. കുഞ്ഞ് ജനിച്ചതു മുതൽ 16 വയസ്സ് വരെ കൊടുക്കേണ്ട വാക്സിനുകളുടെ ഒരു ചാർട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. ആദ്യം കുഞ്ഞ് ജനിച്ച സമയത്ത് കൊടുക്കുന്ന BCG പറയുന്നത് ബാസിലസ് കാൽമെറ്റ് ഗ്യൂറിൻ, OPV ഓറൽ പോളിയോ വാക്സിൻ. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്, അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് നന്നായി പഠിച്ചു വയ്ക്കാം. ഹെപ്പ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി, FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, RVV റോട്ടാ വൈറസ് വാക്സിൻ. ഇനി ഇത് എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞ് ജനിച്ചയുടൻ കൊടുക്കേണ്ടതാണ് OPV, BCG, ഹെപ്പ് ബി. 6 ആഴ്ചയാവുമ്പോൾ കൊടുക്കേണ്ടതാണ് OPV1, RVV1, പെൻറ്റാവാലൻറ്റ് 1, FIPV1, PCV1. 10 ആഴ്ചയാവുമ്പോൾ OPV2, RVV2, പെൻറ്റാവാലൻറ്റ് 2. 14 ആഴ്ചയാവുമ്പോൾ OPV3, RVV3, പെൻറ്റാവാലൻറ്റ് 3, FIPV2, PCV2. അടുത്തത് കുറച്ച് വാക്സിനുകളും കൂടിയുണ്ട്. PCV അതിൻ്റെ ഫുൾ ഫോമാണ് ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ, MR മീസിൽസ് റുബെല്ല വാക്സിൻ, DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ, TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഇനി ഈ വാക്സിനുകൾ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. കുഞ്ഞ് ജനിച്ച 9 മാസം മുമ്പ് കൊടുക്കേണ്ട വാക്സിനുകളാണ് MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ A, FIPV3. 16-24 മാസത്തിൻ്റെ ഇടയിൽ കൊടുക്കേണ്ടതാണ് MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2. 5 മുതൽ 6 വയസ്സിൻ്റെ ഇടയിൽ കൊടുക്കേണ്ടതാണ് DPTയും പിന്നെ ബൂസ്റ്റർ 2ഉം. അതായത് 10 വയസ്സിൽ കൊടുക്കുന്ന TD1ഉം 16 വയസ്സാകുമ്പോൾ TD2ഉം. ഇത്രയും വാക്സിനുകളാണ് നമ്മുടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഈ വാക്സിനുകളും അതിൻ്റെ ഫുൾ ഫോമൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അത് ഏതൊക്കെ സമയത്താണ് കൊടുക്കുന്നതെന്നും പഠിച്ചു വെക്കുക. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.